സലാം പറഞ്ഞേ. 177. 177. കബീർ കബീർ കബീർ, നിന്നെ വാർഡിൽ റിപ്പബ്ലിക് ദിനത്തിൽ ഈ നമ്പർ വീണിരിക്കുന്നു. നിങ്ങളെ വിട്ടിരിക്കുന്നു. കള്ളം, പച്ച കള്ളം. എടാ, മുഖത്ത് നോക്കിയിട്ട് കള്ളം പറഞ്ഞു കേട്ടില്ലേ? എടാ, ഈ വാർഡിലെ കണ്ടോലേ ഒരു കള്ളന്റെ ലക്ഷണമില്ലേ? ചുമ്മാ നമ്മുടെ വാർഡല്ലേ. അതല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത്. കബീറെ, നിന്നെ കർത്താവ് രക്ഷിച്ചു. പാടില്ലേ, ഒരു വർഷത്തിൽ എത്ര റിപ്പബ്ലിക് ദിനമുണ്ട്? ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. 6 12 എടാ, ഈ ഗ്രഹങ്ങളെ മാറ്റനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ചുമ്മാടെ. അത് ചന്ദ്രഗ്രഹണല്ലേ? കബീറെങ്കിലും പോയി രക്ഷപ്പെടും. പോയേച്ചു ഉടനെ വാ, ഞങ്ങള് കാത്തിരിക്കും കേട്ടാ. പാടില്ലേ അല്ലേ? ഞാനൊരു കൊലപ്പുള്ളിയെ തേടി ഇറങ്ങിയതാ. കൊലപ്പുള്ളിയെ പിടിക്കാൻ യൂണിഫോം വേണ്ടേ? ചില പുള്ളികളെ പിടിക്കാൻ ഈ വേഷവും മതി. ഞാനൊരു പുള്ളിയെ തേടി ഇറങ്ങിയതാ. ഹേമയ്ക്കെന്നാ ഈ പോലീസ് ഉദ്യോഗം കിട്ടിയത്? കള്ളനെ പിടിക്കാൻ പോലീസ് ഉദ്യോഗം വേണമെന്നുണ്ടോ? ഈ നോട്ടവും ചിരിയും കണ്ടപ്പോഴല്ലേ എന്നെ കൊണ്ടൊന്നും വയ്യ. ഉള്ളിലിപ്പ് എന്താണെന്ന് മനസ്സിലായത്? അന്ന് വീട്ടിലേക്ക് വന്ന് കയറിയപ്പോ ഞാൻ ആകെ കോരിത്തരിച്ചു പോയി. പക്ഷേ ഹേമയുടെ അച്ഛൻ ആകെ വിയർത്ത് കാണും. ഏയ്, അങ്ങനെയൊന്നുമില്ല. അവിടെ എപ്പോഴും പല പോലീസ് ഓഫീസർമാരും വരാറുണ്ടല്ലോ. അതല്ല, സന്ദർശകരായ പോലീസ് ഓഫീസർ മകളുടെ കാമുകൻ കൂടിയാണെന്ന് അറിയുമ്പോൾ ഒരു ഉയർന്ന പോലീസ് ഓഫീസറെ കൂടെ എന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് ഡാഡി കൂടെ പറയും. ഡാഡിക്ക് പോലീസ് ഓഫീസർമാരോട് ഒരു പ്രത്യേക മമതയാ. അതൊക്കെ ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പാർട്ടി ഗംഭീരമായിരുന്നിരിക്കുമല്ലോ. ആദ്യ ഗംഭീരം. അതാണ് എന്റെ ഡാഡി. ഇനി ഇവിടെ നടക്കില്ല. ഞങ്ങൾ നേരത്തെ പിടിച്ച മരം വെട്ടുകയെന്ന് പറയാൻ നിങ്ങളാ? സർക്കാരിനെ സ്വാധീനിച്ചു പിടിച്ച മരങ്ങളെല്ലാം വെട്ടാൻ ഇനി ഞാൻ സമ്മതിക്കില്ല. വെട്ടണോ? ഇനി വെട്ടിയാൽ നിന്റെ തല കാണില്ല.
എന്തൊരു ഇരിപ്പടാ ഇത്. എന്താണ് രണ്ടുപേരും കുത്തിരിക്കുന്നത്? വാർഡൻ സാറ്, ഞങ്ങൾക്ക് എന്ന് പോകാൻ ഒക്കും? നിങ്ങളൊന്നും ഇവിടുന്ന് പോകാൻ പോകുന്നില്ലടാ, ഇവിടെ തന്നെ കിടക്കും. കിടക്ക കട്ടിലാണ്, ഞങ്ങളിവിടെ കിടക്ക. എന്താണ് കൈക്കിരി കാണിക്കുന്നത്? ഒന്ന് പറഞ്ഞു അവൻ ഒന്നിന് പോണമെന്ന്. നീ ആരടാ? അവന്റെ വക്കീല? എടാ, സാറിന്റെ നാട്ടിലൊക്കെ ഒന്നിന് പോകണമെങ്കിലേ വക്കീലിനോട് ചോദിക്കണം. അപ്പൊ രണ്ടിന് പോണേ ആരോട് ചോദിക്കണം? സാറേ എനിക്ക് മൂത്രം ഒഴിക്കണോ? ഞാൻ പോണം മൂത്രം ഒഴിക്കേ. മൂത്രം കയ്യിലിരിക്കട്ടെ. ആ എടാ വീട്ടിലെ മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞപ്പേ നിന്റെ സൂത്രം കയ്യിലിരിക്കട്ടെ. എനിക്ക് മൂത്രം ഒഴിക്കണം, നിങ്ങൾ അങ്ങോട്ട് മാറിക്ക്. അങ്ങനെ മാറി നോക്കിടാ. എന്നാ പിന്നെ ആദ്യം പറയാൻ പാടില്ലേ? എത്രയോ ജയിലിൽ ഞാൻ പോയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു വൃത്തിയായിട്ട ജയില് എന്റെ ജീവിതത്തിൽ അങ്ങോട്ട് മാറുന്നില്ല. അവൻ അവന്റെ ജീവിതമുണ്ട്. ഈ ജയിലിലേക്ക് ഞാനില്ല. ഒഴിച്ച നീ ഒഴിച്ചോ? ഞാൻ എന്ത് കുന്താണ് നോക്കിയേക്കണേ? ആളുകളെ മൂത്രം ഒഴിക്കുക, പരസ്പരം എന്ത് നോക്കിയേക്കാനാ? അങ്ങോട്ട് തിരിയിരിക്കണം സാറേ. വൃത്തികെട്ട ഒരു സാറ്. ഒരു ജാതി മനുഷ്യല്ലേ? നാണമില്ലേ? ജോലി ചെയ്യണടാ.